ഹലോ, അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇന്നൊരു വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വ്ളോഗ് എടുക്കാത്തതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധവനാണ്. എല്ലാവരും ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് എന്താ വ്ളോഗൊന്നും എടുക്കാത്തത്. ഇതിന്റെ മെയിൻ കാരണം ധവനാണ്. ഇപ്പം എന്തിനാ കരയുന്നത് അറിയോ? മൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇന്ന് ഒരു 2-3 മാസം ഞങ്ങൾ ഒരു വ്ളോഗൊക്കെ എടുത്തിട്ട്, അപ്പോൾ 2-3 മാസമായിട്ട് ഇവന് ഓസ്മോയും അതുപോലെ മൈക്കൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങളിന്ന് പുറത്തേക്ക് എടുത്തപ്പോൾ മൈക്ക് കിട്ടാഞ്ഞിട്ട് കരയുക. ലിവിയ മൈക്ക് എവിടെ? ലിവിയ മമ്മിയുടെ മൈക്ക് എവിടെ? കരയ എൻ്റെ കുട്ടി. നിനക്ക് തരാം. ലിവി പറയും വ്ളോഗിൽ ഫുള്ള് ലിവിയ സംസാരിക്കുക. അപ്പോൾ ഞങ്ങൾ ലീവിന് വന്നിരിക്കുകയാണ് നാട്ടിൽ. അപ്പോൾ നാട്ടിൽ വന്നിട്ടും ഞങ്ങൾ ഇതേപോലെ ഡെയിലി വ്ളോഗ് എടുക്കണം എന്ന് കരുതും. പക്ഷെ സമയം കിട്ടലില്ല, ഓരോരോ തിരക്കായിട്ട്. അപ്പോൾ ഞാൻ രാവിലെ കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇതാ കരയല്ലട ലിവിയെ. അപ്പോൾ ഞങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ഇവനുള്ള ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയുള്ള സാധനമൊക്കെ റെഡിയാണ്. പക്ഷെ ആൾ 2 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇന്നലെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അമ്പലക്കുളത്തിൽ പോയി അവിടെ കുളിച്ച് വന്നിട്ട് ഭക്ഷണം കൊടുത്ത് അവനങ്ങനെ ഉറങ്ങിപ്പോയി. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബൈക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തിട്ട് ഇങ്ങനെ 2-3 റൗണ്ട് അടിച്ചിട്ട് പിന്നെ അങ്ങനെ സ്നേഹം ഇടയ്ക്കിടയ്ക്ക് വായിൽ കൊടുത്ത് അങ്ങനെ കഴിപ്പിക്കലാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ബാക്കിൽ ചെറിയൊരു വെള്ളം ഒഴുകി പോകുന്നൊരിതുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് എങ്ങനെയും ഭക്ഷണം കഴിപ്പിക്കണം. ഇപ്പം മൈക്ക് കിട്ടി അവൻ്റെ കയ്യിൽ. മൈക്ക് കിട്ടി, കരഞ്ഞത് വാങ്ങി കണ്ടു അല്ലേ? തന്നാ മൈക്ക് കട്ടിക്ക. തരില്ല. അതാ കരയണു. എന്നാ പറ, എന്തായാലും പറ ലിവി, പറ ഹലോ പറ. ഉമ്മ കൊടുത്തു കഴിഞ്ഞിട്ട് ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ എന്നെ ഭക്ഷണം കൊടുക്കേണ്ടി വരും. ഭക്ഷണം കൊടുക്കാൻ മാത്രം എന്നെ വിളിക്കും, ബാക്കി ഫുള്ള് വെള്ളം കൂടെ തന്നെയാണ്. നമുക്ക് പോയാലെന്നാ പോരുന്നു. അപ്പം ഞങ്ങൾ വാതിലൊക്കെ അടച്ചിട്ട് മെല്ലെ അങ്ങോട്ട് നടക്കട്ടെ. കുറേ കാലമായി ഞാൻ ഓസ്മോ എല്ലാം കൈ പിടിച്ചൊരു വ്ളോഗൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഡ്രസ്സൊക്കെ ട്രൗസറാണ് അടിയിൽ, മുകളിൽ ജേഴ്സി ഇട്ടിട്ട് രാവിലെ കളിയും കഴിഞ്ഞ് വന്ന് അങ്ങനെ നിൽക്കുകയാണ്. ഇത് വീടാണ്. ഇത് അനിയൻ പുതിയതായിട്ട് എടുത്ത ബൈക്കാണ്. അവൻ്റെ ഒരു ആഗ്രഹത്തിന് അവൻ എടുത്തതാണ്. അപ്പോൾ ഞങ്ങളുടെ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ, വീട്ടിലിരിക്കുക, ഇവനെയും കൊണ്ട് എങ്ങോട്ടും വൈകുന്നേരം ഇറങ്ങുക. ഇനിയിപ്പോൾ അവൻ ഭക്ഷണം കഴിച്ചിട്ട് ഇവൻ്റെ കുളിയൊക്കെ കഴിയുമ്പോഴേക്ക് ഇവൻ ഉറങ്ങിപ്പോവും. വായേ ലിവി ഒരു ഉമ്മ കൊടുത്താ, ടാറ്റ കൊടുത്താ. ഇവർക്ക് ടാറ്റ കൊടുക്കുക, ഉമ്മ കൊടുക്കുക. നീ എങ്ങനെ ഉമ്മ കൊടുക്കുക? ഒന്നൊരു ഉമ്മയും കൂടി. നീ ഡാഡിക്ക് ഒരു ഉമ്മ, ഡാഡിക്ക് ഒരു ഉമ്മ. എന്നൊരു ഉമ്മയും കൂടി. അപ്പോൾ ഇതൊക്കെ മാത്രമേ ഉള്ളൂ എൻ്റെ. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ ബാക്കിൽ റബ്ബറും തോട്ടത്തിൽ കൂടെ അങ്ങനെ പോകണം. കുറച്ച് സാഹസികമായ വഴിയാണ്. അപ്പോൾ അത് ഞങ്ങൾ ഇനി ഒരു എന്താണ് പറയുന്നത്, ഒരു അഡ്വഞ്ചർ ട്രിപ്പായിട്ട് എടുക്കണം. ഞങ്ങൾ കുറച്ച് കാട്ടുവഴിയിലൂടെ ഒക്കെ പോവാണ്. വീടിൻ്റെ ബാക്കിൽ നിറയെ കാടാണ്. ഞാൻ കാണിച്ചു തരാം പോകുന്ന വഴികളൊക്കെ. വാ സ്നേഹ പോണോ? ഞാൻ വീഴുവേട്ടോ. അപ്പോൾ ഇതാണ് വഴി. വീടിൻ്റെ ബാക്കിൽ നിറയെ കാട് പിടിച്ച് കിടക്കുകയാണ്. പണ്ട് ഇത് കൂടെ വഴി ഉണ്ടായിരുന്നു, ഇപ്പോൾ ആരും അങ്ങനെ നടക്കാറില്ല ഇത് കൂടെ. ഞാൻ ഇപ്പോൾ 2 ദിവസം മുമ്പ് ഇവനെയും കൊണ്ട് ഒരു വട്ടം പോയിരുന്നു അവിടേക്ക്. ഞാൻ കാണിച്ചു തരാം അങ്ങോട്ടുള്ള വഴി. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള വഴി. ഒരു ചെറിയൊരു പഴയ യൂസ് ചെയ്യാത്തൊരു കുളം, കിണറാണ്. ഇതുവഴിയാണ് ഞങ്ങൾ പോകാറ്. മുമ്പേയൊന്നുമില്ല ഇവിടെ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തോന്നും മിണ്ടാത്തതെന്ന്. എൻ്റെ ആ ഫ്ലോ പോയി ഗൈസ്. ഞാൻ ഒരുപാട് വേറൊരവസ്ഥയിലൂടെ കടന്നു പോവാണ്. മൊത്തത്തില് ഇൻവെർട്ടറോ ലീവ് ചെയ്തതിനെ ശരിക്കുന്നത്. ഞാൻ ഒന്നാമത്തേക്ക് ഇപ്പോൾ ഭയങ്കര ബിസി ഷെഡ്യൂളാണ്. കാര്യം പറഞ്ഞാൽ ഒരു പണിക്കും പോകുന്നില്ലെങ്കിലും എനിക്ക് എൻ്റെതായ ഒരു ഫ്രീ ടൈം ഇല്ല. ഇത് കൂടെ എനിക്ക് പേടിയാ. ലോങ് ജമ്പില് 10ാം സ്ഥാനം കിട്ടിയില്ലേ? ആകെ 10 പേരൊക്കെ.
ഇവിടെ വെള്ളമൊന്നും ഇല്ലാന്ന് തോന്നണേ. ഇവിടെ വെള്ളമൊന്നും ഇല്ല ഗായ്സ്. ഇവിടെ വേനൽക്കാലമായി. ഇവിടെ നല്ല വെള്ളം ഉണ്ടായിരുന്നല്ലോ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ. ഇന്ന് വെള്ളമില്ല. കുറച്ച് വെള്ളമുണ്ട്. എൻ്റെ ഇപ്പം മെയിൻ ഏറ്റവും കൂടുതലേ സ്ട്രഗിൾ അനുഭവിക്കുന്നത് അച്ഛന്മാരാ. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം, എന്തൊക്കെ ബുദ്ധിമുട്ടാ. ഞങ്ങളെ മെയിൻ വെള്ളച്ചാട്ടം. അവിടെ ഉണ്ടോ വെള്ളച്ചാട്ടം? ഇതില് വെള്ളമൊന്നും ഇല്ല. ഉണ്ട്. പിന്നെന്താ നിങ്ങളവിടെ മറ്റേ ഒരു എന്താണ് ഒരു പാടത്തിന്റെ അടുത്ത് പാടം പോലും കാണാത്ത ആളുകളാണ് അവിടെ ഉള്ളത്. അയ്യേ ഇതില് വെള്ളമൊന്നും ഇല്ല ഗായ്സ്. ഇതൊക്കെ മതി. ലിവിനെ ഒഴുക്കി വിട്. ചെക്കനെ ഇറക്കി വിടട്ടെ. മൈക്ക് നോക്കട്ടെ. വെള്ളത്തിക്ക് ഇടുക. നീ വെള്ളത്തിൽ ഇറങ്ങിക്കോ. ഇന്നലെ ഒരു ക്ലാസ് പൊട്ടിച്ച് അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഒപ്പിച്ചിട്ടാണ് നിക്കുന്നത്. മീമീൻ്റെ മീമീനെ പിടിച്ച മീമീനെ പിടിക്കേ മീമീനെ പിടിക്കേ മീമീനെ പിടിക്കേ താ ഞാൻ എൻ്റെ ഡ്യൂട്ടി തുടങ്ങട്ടെ. മീമീനെ പിടിക്കേ മീമീനെ പിടിക്കേ. ഇതാ കല്ലെവിടെ? മീമിയോടെ മീമിയോടെ? ഭക്ഷണം കൊടുക്കുന്ന ടാസ്ക് മൊത്തം ഏട്ടനാണ്. ഞാൻ ഒഴിവാക്കി വിട്ടുന്നു. രാവിലെ വൈകുന്നേരം രാത്രി അതുപോലെ പുറത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാനാണ്. ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ചെറുക്കും കഴിക്കില്ല. ഇപ്പൊ ഒന്നാമത് ഒന്നും കഴിക്കുന്നില്ല. ഇവിടെ മീനുണ്ട് കേട്ടോ. ചെറിയ ചെറിയ പരലൊക്കെ ഉണ്ട്. പരലല്ലേ ഏട്ടാ? തിമിങ്കാലം. തിമിങ്കാലൊക്കെ ഉണ്ട് ഗായ്സ്. എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക തെറ്റുന്നുണ്ട്. ദിവ്യ കഴിക്കടാ. കഴിക്കണ്ടോ? ദൈവത്തെ ഓർത്ത് കഴിക്കടാ. ഒരു ഭാഗത്തൊന്നും ഇരിക്കണം. തേങ്ങ കഴിക്കുന്നുണ്ട്. ഇപ്പൊ ലിവിയാണെങ്കിൽ കുറച്ച് ദിവസമായിട്ടൊന്നും കഴിക്കുന്നില്ല. എന്താ പറ്റിയത് അറിയില്ല. ആദ്യം കുറച്ചു കാലം മുന്നേ ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അവന് പല്ല് വരുന്ന ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഇപ്പം എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത് അവൻ കുറച്ച് കഴിഞ്ഞ് വിശന്ന് ഇങ്ങനെ കരയും. പക്ഷെ ഒന്നും കഴിക്കൂല. പിന്നെ ബുദ്ധിമുട്ടൊക്കെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാല് ചോദിച്ചോണ്ടേയിരിക്കും. 2 എണ്ണം ഭക്ഷണത്തിൽ കുളിച്ചു. ഇതാരാ ക്രിസ്മസ് അപ്പൂപ്പനോ? ക്രിസ്മസ് ആയിട്ടില്ലല്ലോ. ഒന്നും കൂടി തല്ലുള്ള പ്രായ തല്ലി കഴിപ്പിക്കായിരുന്നു. എനിക്ക് ദേഷ്യം ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ. എനിക്ക് ദേഷ്യം വരും. എന്താണ് ഉമ്പുവാണത്? ഉമ്പു. നീ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് എല്ലാവരോടും പറയട്ടെ? പറയട്ടെ എല്ലാവരുടെ അടുത്തും നീ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് ഞാൻ പറയാം. നിങ്ങളവിടെ ഇങ്ങനത്തെ വയൽ കാണാനൊക്കെ കുറേ ആളുകൾ വരലില്ല അമ്മണിയ? ഞങ്ങളവിടെ അതൊന്നും ആരും മൈൻഡ് ചെയ്യില്ല. ഞങ്ങളവിടെയൊക്കെ ഇതാണ് കണ്ടില്ലേ, ഗ്രാമപ്രദേശം ആയതുകൊണ്ടേ. ഒരു മെയിൻ സിറ്റി ആയതുകൊണ്ട് ഒരു പാടത്തിന്റെ അവിടെ വയലോരം എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയൊക്കെ തുടങ്ങി. വെറുതെ നാലിരിക്കാനുള്ള ഇരിപ്പിട. ഈ അവിടുത്തെ ആളുകൾ കാണുമ്പോൾ പറയുമോ ഓൻ വലിയ ആളായിട്ടാണ് ഞങ്ങളവിടുത്തെ സ്ഥലം ട്രോളുന്നുണ്ട്. ഞങ്ങളവിടെ കണ്ട ഈ വീടിന്റെ ബാക്കിലെ പാടം. ഞാൻ അതായിട്ട് വരാത്ത. നല്ല വെയിലാ, നല്ല ചൂടും. കാണുന്ന അത്ര രസമൊന്നുമില്ല. വെയിലുള്ളുമ്പോ ഞാൻ തള്ളത്തേക്ക കുട്ടീനെ ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ട്. ഈ വീഡിയോയുടെ മെയിൻ ഹൈലൈറ്റ് എന്താ പറയുക? സ്നേഹയുടെ കംബാക്ക് ആണ്. സ്നേഹയുടെ കംബാക്ക്. വെൽക്കം ബാക്ക്. അമിത പ്രോത്സാഹനം തന്നു പിന്നെ ഓരോന്നിൽ കൊണ്ടേ വീഴ്ത്തുന്നൊരു മെയിൻ പുള്ളിയാണ് ഈ നിൽക്കുന്നത്. എന്താ കുട്ടി, എന്നെ കാണാനാണ് ആരാധകർ നിൽക്കുന്നത്. അനക്കു ലിവിക്കോ ഫാൻസ്. സ്നേഹ എവിടെ എന്നല്ല ഇന്ന ആരെങ്കിലും ചോദിക്കലുണ്ടോ? ബാ ഇത് കണ്ട ഈ ലിവിയ, ഇത് കണ്ട ഇതെന്താ പറയാ എനിക്ക്? നോക്കിയൊക്കെ ഇതെന്താ? കഴുത്തിന് പിടിച്ച് നമ്മള് താറാവിനെ കഴുത്തിൽ പിടിച്ച് തൂക്കണ പോലെ പൊക്കണം അവനെ എടുത്തിട്ട്. ഇത് നിഷാദിന്റെ വീടാണ്. എവിടെ? അത് നിഷാദിന്റെ വീടാണ്. നമ്മളെ മത്തങ്കാക്കൂന്റെ വീടാണേ. മത്തങ്കാക്കൂന്റെ വീടാണ് അതേ. എന്താ പോരുന്ന മീമിയ ആരോ അവിടുന്ന് ജനലൊക്കെ തുറന്നിട്ടിട്ട് നമ്മളെ നോക്കണ ട്രോളായിരിക്കും. പോര്
അമ്മ ഉണ്ടായിരുന്ന ടൈമിൽ ഞാനും അമ്മയും പണിയൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞ ഈ ഒരു സമയമാകുമ്പോ കറക്റ്റ് ഈ ഒരു സമയമാകുമ്പോ ഇവിടേക്കൊക്കെ വരുമായിരുന്നു. ഒന്ന് ഞങ്ങളവിടെ തെങ്ങില് തേങ്ങ ഉണ്ടായിരുന്നത് താഴെ ഉണ്ടെന്നെങ്കിൽ അത് പെറുക്കാനായിരിക്കും, അല്ലെങ്കിൽ പണ്ട് അമ്മ മറ്റേ നന്നാരിയും കൊണ്ട് ഒരു സർവത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നന്നാരി പറിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ തൊടിയിൽ കൂടെ വരുമായിരുന്നു. എന്നിട്ട് ഓരോന്ന് പറിച്ച് അമ്മ വീട്ടിൽ തന്നെ അത് ഉണ്ടാക്കുമായിരുന്നു. അതിൽ കൂടെ വരുമ്പോൾ ഒരുമാതിരി ഇതിലിട്ട് പോവില്ല. പോയതിനു ശേഷം പിന്നെ ഇത് കൂടെ ഒന്നും അധികം വരാം. കണ്ടോ, അതായിരുന്നു കണ്ടോ. അയ്യോ മമ്മിയുടെ ചെരുപ്പ് ചെരുപ്പ് എടുക്ക. അതാ മമ്മിയുടെ ചെരുപ്പ്. എന്താട്ടോ ഒഴുകി വരാത്ത? അതാ മമ്മിയുടെ ചെരുപ്പ്. മമ്മിയുടെ ചെരുപ്പ് എടുത്തായോ? ചെരുപ്പ് എടുത്താ? അതാ ചെരുപ്പ് എടുത്താ. കല്ലെടുത്ത് തരുന്ന എന്നാ മമ്മിയുടെ മേത്തേക്ക് വെള്ളാക്ക് മമ്മിയുടെ മേത്തേക്ക്. മോനെ ചെരുപ്പ് എടുത്ത മമ്മിക്ക്. ചെരുപ്പ് ഇങ്ങോട്ട് വിട്ടാ. അങ്ങോട്ട് എറിയേ അവന് വെള്ളത്തിൽ കളിക്കാൻ ഒരു കപ്പ് കൊടുന്നാ മതിയായിരുന്നു. എറിയേ വെള്ളല്ല എറിയേ. എന്താ നോക്കണ? സൈസ് നോക്കുക, എന്റെ സൈസ് അല്ലേ. അതില് മണ്ണ് ഇടുക. അതാ ഗുഡ് ബോയ്. ചെരുപ്പ് എടുക്കില്ലേ എന്നാ. ഷർട്ട് ഊര്. ലിവിയുടെ 6 പാക്ക് ബോഡിയൊക്കെ ഒന്ന് കാണട്ടെ. ഒന്ന് മസിൽ പിടിച്ച അങ്ങനെ. അതാ ആ ചെരുപ്പ് എടുത്താ. ചെരുപ്പ് എവിടെ? മമ്മിയുടെ മേത്തിക്കാക്ക് വെള്ളം. എന്നാ ഓരോരോ നിവർത്തികേട് ഞാൻ ആലോചിക്കുക. പാട്ട് പാടും. അങ്ങനെ ഇവിടെ വന്നതിന് കുറച്ച് കാര്യം ഉണ്ടായില്ല. വെള്ളത്തിക്ക് എറിയരുത്. കഴിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഫുൾ എടുത്തായിരുന്നു. ഒരു കാഭാഗമൊക്കെ ഉള്ളൂ. എന്തായാലും വീട്ടിൽ ആണെങ്കിൽ ഒരു സ്പൂണ് പോലും കഴിക്കത്തില്ല. ഇവിടെ എത്തിയോണ്ട് കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ട്. അവിടെ ഒരാള് ഹലോ വിളിക്കാണ് ചെവിയിൽ വെച്ചിട്ട് മൈക്ക്. അത് നോക്കണേ അവൻ എറിയും. ഇന്നലെ ഒരു ക്ലാസ് പൊട്ടിച്ചു. ആ ക്ലാസ് എടുത്തോടെ എറിയെന്ന് പറഞ്ഞപ്പോഴേക്കും ഞങ്ങള് കാണുന്ന എല്ലാരും ചോദിക്കുന്നത് ഈ ഒരു ചോദ്യമാണ്. എന്താ വീഡിയോ ഒന്നും ഇടാറില്ല? ഞങ്ങളെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണാറ്. എന്താ വീഡിയോ ഒന്നും ഇടാത്തത്? ഞങ്ങള് നാട്ടിലായതുകൊണ്ട് ഞങ്ങള് വിശേഷം കയറുന്നത് ഈ വീഡിയോയിലൂടെയാണ്. എന്താ പറ്റിയതെന്ന് എല്ലാരും ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ കാരണം. അത് അവിടെ ആണെങ്കിൽ ഏട്ടനെ കിട്ടില്ല. ഏട്ടൻ ഭയങ്കര തിരക്കാണ് അവിടെ. ഓഫീസ് വരാൻ തന്നെ കുറച്ച് സമയം ഫ്രീ കിട്ടി കഴിഞ്ഞാൽ ഇവൻ കാരണം വന്നു കഴിഞ്ഞാലും നല്ല തിരക്കായിരിക്കും. ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അവൻ കഴിക്കത്തില്ല. പിന്നെ അങ്ങനെ ഓരോ തിരക്കായിട്ടൊരു. പിന്നെ കറങ്ങാൻ പോവുകയാണെങ്കിൽ തന്നെ അവൻ കുറേ പ്രശ്നം ഉണ്ടാക്കും. പിന്നെ ഒന്ന് പറഞ്ഞ് ഇരുത്താൻ പ്രായമായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതൊക്കെയാണ് ഞങ്ങൾ പ്രശ്നം. അപ്പം ഇങ്ങനെയൊക്കെ കാര്യം. അതെ, അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ ഇതുപോലുള്ള വേറെ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ പിന്നെ വരും. എല്ലാവരും സപ്പോർട്ട്. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റ.